ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ടൊമാറ്റോ വെച്ചിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ വെച്ചിട്ട് നമുക്ക് 2 വിധത്തിൽ ഉണ്ടാക്കാം. ടൊമാറ്റോ സവാളയൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയിട്ടും ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. ഇത് വഴറ്റാതെ ഉണ്ടാക്കുന്നൊരു ചട്നിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയും 4 മീഡിയം തക്കാളിയും 3 ഉണക്കമുളകും 4 അല്ലി വെളുത്തുള്ളിയുമാണ്. സവാളയും തക്കാളിയും നമുക്കൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ചട്നിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി ഒന്ന് മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലോട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചട്നി കാണുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് താളിച്ചെടുക്കണം. ചട്നി താളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെ കളറെല്ലാം മാറി ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഉണക്കമുളക് പൊട്ടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ വേപ്പിലെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയും കൂടി ചേർത്ത് കൊടുക്കാം. ചട്നി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് 2 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളി പുളി കൂടുതലാണെങ്കിൽ ചട്നിക്ക് പുളി കൂടുതലായി നമുക്ക് തോന്നും. പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ചട്നി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്.